ഇത്രയും രാവിലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ ചെറിയ രീതിയിൽ ഒരു പ്രൊഡക്ഷൻ പരിപാടി പിടിച്ചു. നമുക്ക് കണ്ടറിയാതെ എന്ത് സംഭവിക്കും എന്നുള്ളത്, ഇത് ഇവിടെ വെച്ച് നിൽക്കുമോ അതോ ഇനിയും പടങ്ങൾ സൈജു ഗ്രൂപ്പ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എന്നെ പാർട്ട്ണറാക്കാമെന്ന് സമ്മതിച്ച തോമസ് തിരുവല്ല അദ്ദേഹത്തിന് ഒരു വലിയ നന്ദി. ഞാൻ ഇവിടെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുണ്ട്, എൻ്റെ അമ്മാവനമ്മായും വന്നിട്ടുണ്ട്, എൻ്റെ അനന്തരവും വന്നിട്ടുണ്ട്, എൻ്റെ മകനുണ്ട്. അവൻ സ്റ്റേജിലേക്ക് വന്നില്ല കേട്ടോ. നിങ്ങൾ ഓർത്താണ് അവനെന്താണ് അവനെ മാത്രം ഇവിടെ സ്റ്റേജ് വിളിക്കാനാണ്, അവൻ സ്റ്റേജിലേക്ക് വന്നില്ല, അവൻ അവിടെ ഇരിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം എൻ്റെ അടുത്ത് ഞാനൊരു സിനിമ ഏതായിരുന്നു, ഗൂ എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ സംവിധായകനായിരുന്നു മനു രാധാകൃഷ്ണൻ. പിന്നെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത രണ്ട് മുഖങ്ങൾ ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും. അവരാണ് ശ്രീവത്സ മേനോനും വിപിൻ നന്ദഗോപനും. ശ്രീവത്സ മേനോൻ എൻ്റെ എയർടെല്ലിൽ, കുറേ പേർക്ക് അറിയായിരിക്കും, ഞാൻ എയർടെല്ലുള്ളപ്പോഴാണ് ഞാൻ എം ജി ശ്രീകുമാർ സാറിന് എയർടെല്ലിൽ ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോയതും അദ്ദേഹം എനിക്ക് സിനിമ കണക്ഷൻ ഉണ്ടാക്കി തന്നു. അപ്പോൾ കരുൺ മേനൻ എന്ന് പറഞ്ഞ എൻ്റെ ബോസ് ഉണ്ടായിരുന്നു. അപ്പോൾ കരുൺ സാറിൻ്റെ വൈഫാണ് ശ്രീവത്സ ചേച്ചി. പിന്നെ മയൂഖം എന്ന് പറഞ്ഞ പടം കിട്ടിയ കാര്യം ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത് എൻ്റെ റൂം പാർട്ട്ണറോടായിരുന്നു. എൻ്റെ റൂം പാർട്ട്ണർ ആ സമയത്ത് വിപിൻ നന്ദഗോപനായിരുന്നു. അപ്പം എന്നെയും സിനിമയിൽ എടുത്തുന്നത് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് വിപിനോടാണ്. അപ്പോൾ അതാണ് ഈ രണ്ട് അപരിചിതമായ മുഖങ്ങൾ നിങ്ങൾ കണ്ടത്. പിന്നെ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞ എൻ്റെ പുതിയ സിനിമ സംവിധാനം ചെയ്ത ഫെബി ഇവിടെ ഉണ്ട്, പിന്നെ എൻ്റെ കസിനായ വിപിനുണ്ട്, ജോമോനുണ്ട് എൻ്റെ റൈറ്റർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഇവിടെ വന്നു ചേർന്നതിൽ. എന്തായാലും എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാകുന്നുള്ളത് എനിക്കറിയാം. അധികം പരസ്യം കിട്ടുന്നില്ല. എന്തായാലും ഇതൊരു നല്ല ഹ്യൂമർ സിനിമയായിരിക്കും. ഭരതനാട്യം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിങ്ങനെ ഒരു പടം കോ പ്രൊഡക്ഷൻ പരിപാടി ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് പടത്തിൻ്റെ പേരെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഭരതനാട്യം. കൊള്ളാടാ, നിന്റെ മുഖവും ഭരതനാട്യവും നല്ല ചേർച്ച. കൃഷ്ണദാസ് ഇതിനു മുമ്പ് എന്നോടൊരു കഥ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഒരു 4-5 വർഷമായില്ല. ഒരു ഫാൻറ്റസി കഥയായിരുന്നു. ആ കഥ കേട്ടിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചായിരുന്നു. അത് അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ആ കഥ. അപ്പോൾ ഞാൻ ചിരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ചിരിച്ച് എല്ലാം ഓക്കെയാണ്, നല്ല കഥയാന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു പക്ഷെ ഇത് എനിക്ക് വർക്കായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ഭയങ്കരമായിട്ട് ചിരിക്കുകയും ചെയ്തത് മറ്റേ ആടുവൺ കണ്ടിറങ്ങിയ എൻ്റെ സ്ഥിതിയായിരുന്നു. ആടുവൺ പത്മ തിയേറ്ററിൽ ഓഡിയൻസ് ഒക്കെ ഭയങ്കര ചിരി. പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർ പറയുന്നത് പടം പോരുന്നു. അപ്പോൾ അതുപോലത്തെ അവസ്ഥയായിട്ട് കൃഷ്ണദാസ്. അപ്പോൾ അങ്ങനെ പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അവനെ ഞാൻ ഇവിടെ ഇപ്പോൾ ക്ലിയർ ചെയ്ത് കൊടുത്തു. അതായത് നായകനായിട്ട് അഭിനയിക്കാനുള്ള എൻ്റെ പ്രശ്നം, അതായത് നായകനായിട്ട് വർക്കൗട്ട് ആവില്ലെന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ തന്നെ നായകനായിട്ടായിരുന്നു അവൻ കൺസെപ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഹോസ്റ്റലർ ഇവിടെ തൃശ്ശൂർ ഷൂട്ട് നടക്കുന്ന സമയത്ത് വീണ്ടും അവനൊരു കഥയായിട്ട് വന്നു. അതാണ് ഈ കഥ. അങ്ങനെ ദുബായിൽ ഞാൻ പോയപ്പോഴത്തേക്കും തോമസ് ചേട്ടനെ കണ്ടു. അങ്ങനെ തോമസ് ചേട്ടനായിട്ട് പിച്ച് ചെയ്യുന്നു. അപ്പോൾ തോമസ് ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണ് ഇത് പ്രൊജക്റ്റ് ആവുന്നത്. പിന്നെ നമ്മളെ ക്യാമറമാൻ ബബ്ലുവിൻ്റെ ഫസ്റ്റ് സിനിമ എനിക്ക് തോന്നുന്നത് അന്താക്ഷരി ആയിരുന്നു അല്ലേ. അന്താക്ഷരിയിൽ വിപിൻ ദാസ് കണ്ടെത്തിയ ക്യാമറമാനാണ്. രാജീവ് രവി അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ജയ ജയ ഹേ ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ഹിറ്റായ സിനിമ, അതിൻ്റെ ക്യാമറമാൻ ബബ്ലു ആണ്. അപ്പം അദ്ദേഹമാണ് നമ്മുടെ സിനിമാറ്റോഗ്രാഫർ. അങ്ങനെ പിന്നെ ഞാൻ എല്ലാ ടെക്നീഷ്യൻസിൻ്റെ പേരെടുക്കുന്നില്ല. എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പേരുകളാണ്. എല്ലാവരും ഒരുപാട് സക്സസ്ഫുൾ സിനിമകളുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഒരുപാട് സന്തോഷമുണ്ട്. സൈജു ചേട്ടനാണ് എന്നെ ആദ്യം ഈ സിനിമയിലേക്ക് വിളിക്കുന്നത്. ഞാൻ സൈജു ഗ്രൂപ്പാണ്. ഞാൻ ആദ്യമായിട്ട് കോ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടമുണ്ട്. അതിനൊരു ക്യാരക്ടർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ച് സൈജു ചേട്ടൻ വിളിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് തന്നെ പറയാമായിരുന്നു. സൈജു എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാം. ഞാൻ തുടക്കത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് അഭിനയിക്കുന്ന ജനമൈത്രി എന്ന് പറഞ്ഞൊരു സിനിമയിലെ ചെറിയൊരു ക്യാരക്ടറാണ് സൈജു ചേട്ടനോടെയാണ് അഭിനയിച്ചത്. പിന്നെ ബബ്ലു ചേട്ടൻ ക്യാമറ ചെയ്ത വിപിൻ ദാസ് ഡയറക്ട് ചെയ്ത അന്താക്ഷരി, അതിൽ ഞാൻ സൈജു ചേട്ടൻ്റെ കൂടെ പോലീസ് കോൺസ്റ്റബിളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഒരുപാട് നാളായിട്ട് പരിചയമുള്ള ഒരാളാണ് സൈജു ചേട്ടൻ. അപ്പം അതിന് ആദ്യം തന്നെ ഞാൻ ഓൾ ദി ബെസ്റ്റ് പറയാണ്. കൺഗ്രാജുലേഷൻസ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ. കൃഷ്ണദാസ് ചേട്ടൻ, ഞാൻ കരിക്കിലൂടെയാണ് കുറേ കൂടെയൊക്കെ ഒന്ന് ഫെമിലിയർ ആയത്. കരിക്കിലെ കുറേ വെബ് സീരീസും പരിപാടിയൊക്കെ ചെയ്തിട്ടാണ്. അപ്പം അതിൽ
കൃഷ്ണ സാറിനെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി വെബ് സീരീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷ്ണ സാറിനെ വിളിച്ചപ്പോഴും ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയാണ്. എനിക്ക് ഉൾപ്പെടെ ഇതിനകത്ത് ക്രൂ ആയിട്ട് മുൻപിലും പിമ്പിലും ഒക്കെ എന്താ പറയുക അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. എന്നെ ഇതിൽ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രുതി, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു പൂജ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ തന്നെ അല്ലെങ്കിൽ ഒത്തിരി നന്ദി പറയാണ്.